മക്കളെ, ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്ന 5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയെ സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ ആട്ടോ. നമുക്ക് ബുക്കൊക്കെ മാറിയിട്ട് അല്ലേ, അപ്പൊ ഏകദേശം എങ്ങനെയാണ് അതിന്റെ മോഡൽ നമുക്ക് അറിയണ്ടേ. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കാണ് അല്ലേ, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരു മോഡലാണ്, സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സമയം 2 മണിക്കൂറാണ് കേട്ടോ. പ്രവർത്തനം 1 നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് കേട്ടോ. പിന്നെ 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായി ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താക്കണം, നിങ്ങളത് അതിനനുസരിച്ച് വായിച്ചിട്ട് ചെയ്യണം. എന്തൊക്കെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വായിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പ്രവർത്തനം 1 വായിക്കാം എഴുതാന്നാണ് അല്ലെ. കഥ വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പൊ ഒരു കഥ നമുക്ക് പറയല്ലേ, നോക്കാം നമുക്ക്. ഒരിക്കൽ ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കവേ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണു. അധികം താഴ്ചയില്ലാത്തൊരു കിണറായിരുന്നു അത്. എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് കിണറ്റിൽ നിന്ന് പുറത്തു കയറാൻ സാധിച്ചില്ല. കുറുക്കൻ ആകെ വിഷമത്തിലായി. ഇനി എന്ത് ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ആട് ആ വഴി വന്നത്. കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് ആട് കിണറ്റിലേക്ക് എത്തി നോക്കി. കിണറ്റിൽ കിടക്കുന്ന കുറുക്കനെ കണ്ട് അവൾ ചോദിച്ചു, അല്ല കുറുക്കച്ച, എന്താണ് കിണറ്റിലെ പരിപാടി? അത് കൊള്ളാം, അപ്പോൾ നിനക്ക് വിവരമൊന്നും അറിയില്ലേ ചേച്ചി? ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ള വളരെ വിശേഷപ്പെട്ട വെള്ളമാണ്. ഞാൻ അത് കേട്ടറിഞ്ഞ് വന്നതാണ്. സംഗതി ശരിയാണ് കേട്ടോ. എന്ത് രസമാണ് ഈ വെള്ളത്തിന്. ഇനി അധികം ഒന്നും ബാക്കിയില്ല. ഓരോരുത്തരായി വന്ന് കുടിച്ചു തീർത്തു. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോളൂ. കുറുക്കന്റെ സംസാരം കേട്ട് ആട് അത് വിശ്വസിച്ചു. അത് വേഗം കിണറ്റിലേക്ക് ചാടി. തക്കം പാത്തു നിന്ന കുറുക്കൻ ഒറ്റ ചാട്ടത്തിന് ആടിന്റെ പുറത്ത് കയറി അടുത്ത ചാട്ടത്തിന് കിണറ്റിന് പുറത്തെത്തി. കുറുക്കന്റെ ഐഡിയ ആണ് അല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഇന്ന് ആടിനോട് അവൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദി കേട്ടോ. ഇനി നീ അവിടെ കിടന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ. കുറുക്കൻ വേഗം തന്റെ പണി നോക്കിപ്പോയി. പാവം ആട് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് സങ്കടത്തോടെ നിന്നു. കേട്ടോ കഥ? ഞാനുണ്ട് കഥ, സൂപ്പറാണോ? അപ്പൊ നോക്കാം, മുകളിൽ കൊടുത്തിരിക്കുന്ന കഥയ്ക്ക് പറ്റിയ ഒരു തലക്കെട്ട് ഏതാണ്? ആടിനെ പറ്റിച്ച കുറുക്കനോ, കുറുക്കനെ പറ്റിച്ച ആടുന്നോ, ആടിന്റെ കുസൃതിന്നോ? ആടിനെ പറ്റിച്ച കുറുക്കനാണ് അല്ലേ. കുറുക്കൻ എങ്ങനെയാണ് കിണറിന്റെ പുറത്തെത്തിയത്? കുതിച്ചു ചാടി ആടിന്റെ പുറത്ത് കയറി. അതുവഴി വന്ന ഒരു മനുഷ്യന്റെ സഹായത്താൽ ആടിന്റെ പുറത്ത് കയറി അല്ലേ. കഥ നൽകുന്ന സന്ദേശം എന്താണ്? ആരെയും വിശ്വസിക്കരുതെന്നാണോ? ആരെയും സഹായിക്കരുതെന്നാണോ? ചിന്തിക്കാതെ പ്രവർത്തിക്കരുതെന്നാണ്. അതിലേതാണ് നിങ്ങൾക്ക് ആ സന്ദേശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് അല്ലേ. അപ്പൊ ചിന്തിക്കാതെ പ്രവർത്തിക്കരുതാണ് അല്ലെ അതിന്റെ സന്ദേശം എന്നുള്ളത്. കിണറ്റിലെ വെള്ളത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞ ആരാ? കുറുക്കൻ അല്ലേ. ആടാണോ, വഴിപോക്കറാണോ, കുറുക്കനാണോ? കുറുക്കനാണ് അല്ലേ. ആട് കിണറ്റിൽ ചാടിയത് എന്തിനാ? വെള്ളം കുടിക്കാനാണോ? കുറുക്കനെ രക്ഷിക്കാനാണോ? അബദ്ധത്തിൽ കാല് തെറ്റിയത് മൂലമാണോ? നല്ല മധുരമുണ്ട് വെള്ളത്തിൽ എന്ന് പറഞ്ഞപ്പോ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാ കിണറ്റിൽ ചാടിയത് അല്ലേ. ഓക്കെ, വെള്ളം കുടിക്കാൻ. നെക്സ്റ്റ് പ്രവർത്തനം 2 താരതമ്യക്കുറിപ്പ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന കവിതകൾ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഈ കവിതകൾ എന്താക്കുക? താരതമ്യം ചെയ്യുക. എന്നിട്ട് എന്താക്കുക? ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. സ്നാനവും ചെയ്ത് നിയോഗം ഇപ്പോഴും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ, ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഓമനപ്പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിതാൻ കോമള ചുണ്ടു പിളർക്കും നേരം, ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നീടിനാൽ വെണ്ണ തൻ കൊണ്ടുപോന്നമ്മയെപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചെന്നാൻ. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങീന നന്ദധനുജൻ താൻ എന്നൊരു നാൾ, കാനനം തന്നിലെ പോയിട്ട് വേണമേ ഭോജനമിന്നെനിക്കെന്നുണ്ണി. കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്ന് ആനന്ദമായി നിന്നു വേണമെന്നുണ്ടാമെന്നു ചൊല്ലി. താനങ്ങ് തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ. അപ്പൊ ഇത് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുമ്പോ എന്താണ്, നിങ്ങളെ ആശയത്തില് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുകയാണ് അല്ലെ. അപ്പൊ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ പദ്യം ഉണ്ടല്ലോ, ആ കവിത, ആ കവിത എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് ആശയം മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾ എന്താക്കുക, എഴുതുക. പിന്നെ നിങ്ങളെ കണ്ടെത്തൽ എന്താണോ അത് എഴുതണം. പിന്നെ വാക്യശുദ്ധി പാലിക്കണം. പിന്നെ നല്ല ഭംഗിയിൽ വൃത്തിയിലൊക്കെ എഴുതുക. പിന്നെ താളം, ഭംഗി എന്നിവയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടായിരിക്കണം. ആശയ ക്രമീകരണവും ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് ഇതെന്താ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, ഇത് ഡയറി കുറിപ്പാണ് പ്രവർത്തനം 3.
പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടുന്ന ഗ്രേറ്റ ടൂണർബർഗ് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പെൺകുട്ടി എഴുതുന്ന ഡയറി കുറിപ്പുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ ഭാവനയിൽ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ തയ്യാറാക്കുക. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പ് എഴുതാനേ പറഞ്ഞിരിക്കുക. അപ്പോൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആവശ്യം ഉൾപ്പെടുത്തണം, ഘടന പാലിക്കണം, പിന്നെന്താണ് ആശയ ക്രമീകരണം ഉണ്ടായിരിക്കണം, പിന്നെന്താണ് അനുയോജ്യമായ ഭാഷ ഉണ്ടാവണം, ഭാവന ഉണ്ടാവണം, അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ. ഗ്രേറ്റ ഡ്യൂൺബർഗ് കരുതുന്ന പ്ലക്കാർഡിലെ സ്വീഡിഷ് ഭാഷയിലെ വാചകത്തിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? ഭാവന അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 4 പോസ്റ്ററാണ് കേട്ടോ. ടോമോ സ്കൂളിലെ കായികമേളയുടെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുന്നെന്ന് സങ്കല്പിക്കുക. ടോമോ സ്കൂൾ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കാൻ? പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം? ഒരു ലേഔട്ട് വരയ്ക്കണം അല്ലെ. 4 ഭാഗത്ത് എന്താണ് മാർജിൻ കൊടുക്കുക അല്ലെ. 4 ഭാഗത്ത് ലേഔട്ട് വരയ്ക്കുക. അതിലൊരു ഹെഡിങ് തലക്കെട്ട് ഉണ്ടാവണം, പിന്നെ ഘടന പാലിക്കണം, പിന്നെന്താണ് ഒരു ചിത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം, പിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം, പിന്നെ 2 സെന്റൻസും എഴുതണം കേട്ടോ. ഓക്കെ. ആശയ സംവേദനം സാധ്യമായിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ തലക്കെട്ട് ഉണ്ടായിരിക്കണം, പിന്നെന്താണ് ഒരു ചിത്രം ഉണ്ടായിരിക്കണം, 2-3 സെന്റൻസ് ഉണ്ടായിരിക്കണം, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കണം, മൊത്തം എന്താണ് ലേഔട്ട് വരയ്ക്കണം കേട്ടോ. അങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുക. പ്രവർത്തനം 5 എന്താണ്? അനുഭവക്കുറിപ്പാണ് കേട്ടോ. ഉണ്ണിക്കണ്ണനോട് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത സ്നേഹത്തെ പറ്റിയുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? ഒരു കുറിപ്പായി രേഖപ്പെടുത്തുക. അപ്പൊ എന്താണ്? അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അത് ഉണ്ടാക്കുക, നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതുക. അപ്പൊ കുറിപ്പ് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പാഠത്തിന്റെ ആശയവുമായുള്ള ബന്ധം വേണം, ഭാവന വേണം, വാക്യശുദ്ധി വേണം, ആശയ ക്രമീകരണം വേണം, വിശ്വാസ്യതയും വേണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 6 കഥാരചനയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒരു കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഈ ചിത്രം കണ്ടില്ലേ? ഇത് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു കഥ തയ്യാറാക്കുക. ആ കഥ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ ചിത്രം നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ. അതിനെന്ത് ഗുണപാഠം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്നും, പിന്നെ കഥയുടെ ഒരു ഘടന ഉണ്ടാവും അല്ലേ. എന്താണ്? നല്ല ഭംഗിയിലൊക്കെ എഴുതുക, നല്ല ഹെഡിങ് കൊടുക്കുക, ഉചിതമായ തലക്കെട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങളെ ഭാവനയൊക്കെ എഴുതിയിട്ട് നല്ല വൃത്തിയിൽ എന്താക്കണം? നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ. കുറച്ച് ഈ ചിത്രങ്ങളിലൊക്കെ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് എന്താക്കുക? നിങ്ങളെ ഭാവനയിൽ ഒരു കഥ തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചോദ്യം കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.